ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ അയല മുളകിട്ടതാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. വറ്റിച്ചെടുത്ത ഒരു അയല മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, 3 വലിയ തക്കാളി, 5-6 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മീനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും സവാളയും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി നല്ലതുപോലെ വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഉള്ളി വാട്ടുന്നതിപ്പോൾ ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുന്നതാണ്. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് ഉണ്ടാവും. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതാണ്. അപ്പോൾ കറി കാണാൻ നല്ല രസമുണ്ടാവും, കഴിക്കാനും നല്ലൊരു രസമാണ്. ഈ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു രസമല്ലേ. അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമുക്ക് കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളെ തക്കാളിയും സവാളയും ഒക്കെ നല്ലതുപോലെ മുളകും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്ന് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം നീരില്ലാത്ത കറിയാണ് കേട്ടോ അതുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ഇനി തിളച്ച് വറ്റുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തിളച്ച് വന്നപ്പോൾ ഞാൻ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ നമ്മളുടെ അയല മുളകിട്ട് വറ്റിച്ചത് നല്ല ടേസ്റ്റിയാണ്. തോനെ വറ്റിച്ചില്ല, കുറച്ച് വെള്ളം ഒക്കെ ആയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും പൂളയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയായ അയല മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.